അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് എഗ്ഗ് ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് മസാല, അതായത് എഗ്ഗ് ഗ്രീൻ പീസ് മസാലയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഗ്രീൻ പീസ് ഉപ്പിട്ട് പിഴിഞ്ഞ് വെച്ചതാണിത്, അതുപോലെ തന്നെ 2 സവാള, 1 തക്കാളി, കുറച്ച് കറിവേപ്പില, 5 പച്ചമുളക്. മസാലകൾ: കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതേക്ക് ആവശ്യമുള്ളത്. പിന്നെ ഒരു 3 മുട്ട, കുറച്ച് മല്ലിയില, കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ എഗ്ഗ് ഗ്രീൻ പീസ് മസാലയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ആ എഗ്ഗ് ഗ്രീൻ പീസ് മസാല എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ മസാല റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉള്ളിട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില, പച്ചമുളകും. ഇനി നമുക്ക് ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ നമ്മുടെ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് മസാലകൾ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടി വഴറ്റാം. ആ മസാലകളൊക്കെ ഒന്ന് റെഡിയായി വരുന്നവരെ. മസാലൻ്റെ പച്ചമണം ഒന്ന് വിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി, ഉള്ളി ഒക്കെ ഒന്ന് നല്ലപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഈ സാധനം മീറ്റ് മസാല ഇഷ്ടമാണ്. അപ്പോൾ അതെന്ത് കുറച്ച് മീറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതെന്തിനാ വെച്ചാൽ ഒരു ചെറിയ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കും. മുട്ട നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. തീ നല്ല കൂട്ടി കൊടുക്കണേ. തീ കൂട്ടി കൊടുത്ത് മുട്ട ഒരു മിക്സാക്കി എടുക്കാണ്ട് നമ്മളുടെ മുട്ട ആ മസാലകൾ നല്ലവണ്ണം ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. തീ ഒന്നുകൂടി കൂട്ടി കൊടുക്കുക. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ എഗ്ഗ് ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് എഗ്ഗ് ഗ്രീൻ പീസ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കാം, എന്നിട്ട് അഭിപ്രായം പറയാം. സൂപ്പറായിട്ടുണ്ട്, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിയും മല്ലിയിലും മുകളിലിട്ടതുകൊണ്ട് അതിൻ്റെ ഒരു കടിവും അതിൻ്റെ ടേസ്റ്റും വേറെ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒട്ടുകടയിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി അഭിപ്രായങ്ങൾ അറിയിക്കാം. അബ്ദുസ്കടി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.